ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ദേശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നെയ് മീനോ ചൂരയോ ഓല മീനോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഓല മീനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് കിട്ടിയ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. വലിയ വലിയ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ മുറിക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി സ്ലൈസസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി നമ്മുടെ നാട്ടിലൊക്കെ പറയാം. ഇത് മീൻ പുളിയോ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കണം ആദ്യം. എന്നിട്ട് വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻ ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. പുളിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി തിളപ്പിക്കാം. നന്നായി തിളപ്പിച്ച് അതിൻ്റെ പുളിയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വേണം. ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒരു സ്പൂണ് കടുകും ഉലുവയും ഇട്ടിട്ട് പൊട്ടിക്കാം. ഉലുവ ഒരു അര സ്പൂൺ മതിയാവും, കാരണം മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് ഉലുവ എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് ആ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യണം. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ആഡ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി ഒരു 10-15 എടുക്കാം. അത് സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്ത് ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഫിഷിൽ പുരട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിന് പാകത്തിന് കുറച്ച് ഒരു അര സ്പൂൺ അങ്ങോട്ട് ഇട്ടാൽ മതി. മുളക് പൊടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടെ മിക്സാക്കി വെച്ചതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പാകത്തിന്, എരിവിൻ്റെ പാകത്തിന് എടുക്കുക. ഇതൊരു നല്ല എരിവും പുളിയും ഒക്കെ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവും കൂടി ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി എടുക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാല, അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് മസാലയുടെ പച്ചമണം പോകുമ്പോഴേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇതിലിടാം. ഉലുവ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉലുവപ്പൊടിയും കൂടി ഇടാം. അതും ഒന്ന് മൂത്തതിന് ശേഷം ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പുളിവെള്ളം ആഡ് ചെയ്തിട്ട് ആ പുളി അതിലുണ്ടാവും. നമുക്ക് പിന്നെ കറിയിൽ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ പുളി അങ്ങനെ തന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ആ പുളിവെള്ളത്തിൽ ഒന്ന് മസാല തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5-8 മിനിറ്റ് വേവുമ്പോഴേക്ക് നമ്മുടെ മീൻകറി റെഡിയാവും. മീൻകറി പിന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കരുത്. ദശക്കട്ടിയുള്ള മീനാണ്. അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടി ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചട്ടി ഒന്ന് വേണമെങ്കിൽ വീശി ഇളക്കിയാൽ മാത്രം മതി. ഉപ്പ് പാകം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മാത്രമേ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. ഈ കറി ഉണ്ടാക്കിയ ഉടനെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ അല്ല, പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും എല്ലാറ്റിൻ്റെ കൂടെയും പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല സൂപ്പർ കിടിലൻ കറിയാണ്. ഞാനിത് ദോശയുടെ കൂടിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കട്ടിയാക്കി എടുക്കാം, തിക്കാക്കി എടുക്കാം. മീൻകറിയും ദോശയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ നല്ല സൂപ്പറാണ്. പുളിയും എരിവും സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു തീർക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.